2016 ഇക്വഡോറിലുണ്ടായ ഭൂകമ്പത്തിൽ മരണപ്പെട്ട ക്ലെയർ കോക്കറ്റ് എന്ന കന്യാസ്ത്രീയുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ഒരു പരിപാടിയായ ഫേമസ് നൺ സ്പെയിനിലെ മരിയൻ യുവജന ദിവ്യകാരുണ്യ ദിനമായ ജൂലൈ 4 കോവഡോങ്ക ദേവാലയത്തിൽ പ്രദർശിപ്പിക്കും. സെർവൻസ് ഓഫ് ദ മദേഴ്സ് ഹോം മിഷൻ സംഘടനയിൽ നിന്നുകൊണ്ട് മിഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഈ സന്യാസിനി തൻ്റെ 34-ാം വയസ്സിലാണ് നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടത്. കുഞ്ഞുനാൾ മുതൽ തൻ്റെ കലാപരമായ കഴിവിനെ ലോകം അംഗീകരിക്കണമെന്ന് ആഗ്രഹിച്ച് ജീവിച്ച ക്ലെയറിൻ്റെ ജീവിതത്തിൽ പെട്ടെന്നായിരുന്നു ഒരു വഴിത്തിരിവുണ്ടാകുന്നത്. 17-ാം വയസ്സിൽ ഒരു ദുഃഖവെള്ളിയാഴ്ചയിൽ അവൾ കർത്താവിൻ്റെ വിളി തിരിച്ചറിഞ്ഞ ഒരു കന്യാസ്ത്രീയാകാൻ തീരുമാനമെടുത്തു. എൻ്റെ കർത്താവേ, എനിക്ക് അവിടുത്തെ വിളി ലഭിച്ചിരിക്കുന്നു. എന്നിരുന്നാലും എനിക്ക് പ്രശസ്തയാകണം. ഇനി ഞാൻ പ്രശസ്തയായ ഒരു സന്യാസിനി ആയിരിക്കുമെന്ന് ക്ലെയർ സന്യാസ ജീവിതം തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് വെളിപ്പെടുത്തിയിരുന്നു. 2006 ക്ലെയർ പ്രഥമ വ്രത വാഗ്ദാനം നടത്തുകയും 2010 നിത്യവ്രത വാഗ്ദാനം നടത്തുകയും ചെയ്തു. ദൈവം തനിക്ക് നൽകിയ കഴിവായ സംഗീതം ദൈവത്തിന് വേണ്ടി തന്നെ ഉപയോഗിച്ചും അത് പുതുതലമുറയിലേക്ക് പകർന്നു നൽകാനും ക്ലെയർ വലിയ ഉത്സാഹം കാണിച്ചിരുന്നു. 2016 ഏപ്രിലിൽ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ ഇക്വഡോറിലെ പ്ലായ പ്രീറ്റയിൽ ഇവർ സംഗീതം പഠിപ്പിച്ചിരുന്ന സ്കൂൾ തകർന്നതിനെ തുടർന്നാണ് സിസ്റ്റർ ക്ലെയർ മരണപ്പെടുന്നത്. മരണവാർത്ത പുറത്തു വന്നതോടെ 50-ലധികം രാജ്യങ്ങളിൽ നിന്നും സിസ്റ്റർ ശുശ്രൂഷ ചെയ്തിരുന്ന സെർവൻസ് ഓഫ് ദി ഹോം ഓഫ് ദി മദർ എന്ന സംഘടനയ്ക്ക് സന്ദേശങ്ങൾ ലഭിച്ചിരുന്നു. അവർ കുട്ടിക്കാലത്ത് ആഗ്രഹിച്ചിരുന്ന പ്രശസ്തിക്കപ്പുറം വലിയ അംഗീകാരമായിരുന്നു അവർ യേശുവിനായി ശുശ്രൂഷ ചെയ്തപ്പോൾ ലഭിച്ചത് എന്നതിൻ്റെ തെളിവായി ഈ സന്ദേശങ്ങൾ വിലയിരുത്തപ്പെടുന്നു. ഈ വർഷം ജനുവരി 12 ബിഷപ്പ് അന്റോണിയോ പ്രിറ്റോയും സാന്റിയാഗോ ഡി ചിലിയിലെ കർദിനാൾ മോൺസിഞ്ഞോർ ഫെർണാണ്ടോ ചൊമാലിയും പങ്കെടുത്ത ചടങ്ങിൽ അൽഗാല ഡി ഹനാസ് രൂപത സിസ്റ്ററിൻ്റെ വിശുദ്ധ പദവി പ്രഖ്യാപന പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കുകയും ചെയ്തിരുന്നു. സിസ്റ്റർ ക്ലെയർ ക്രോക്കറ്റിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള രണ്ടാമത്തെ കലാസൃഷ്ടിയാണ് എ ഫേമസ് നൺ എന്ന ഈ മ്യൂസിക്കൽ ഡ്രാമ. 2018 ഓൾ ഓർ നത്തിങ് എന്ന പേരിൽ ഒരു ഡോക്യുമെൻ്ററിയും പുറത്തിറക്കിയിരുന്നു.